ഇന്നലെ CJP ആഹ്വാനം ചെയ്ത പാർലമെന്റ് മാർച്ചിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. ഇന്നലെ പൊളിച്ചുമാറ്റിയ ജന്തർ മന്ദറിലെ സമരപന്തലിലേക്ക് ഇന്ന് വീണ്ടും തിരിച്ചെത്തുകയാണ് പ്രതിഷേധക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേസമയം പരീക്ഷാ നടത്തിപ്പിലെ വ്യാപകമായ ക്രമക്കേടും ഡൽഹിയിൽ പ്രതിഷേധിച്ച യുവാക്കൾക്കെതിരെ പോലീസ് നടത്തിയ കടുത്ത ആക്രമണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ വി ശിവദാസൻ MP രാജ്യസഭാ ചെയർമാന് നോട്ടീസ് നൽകി. ഫെമിന ചേരുകയാണ്. ഫെമിന, കാടത്തം എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും ഇന്നലെ ദില്ലിയിൽ നടന്ന സംഭവങ്ങളെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ന്യായമായ സമാധാനപരമായ പ്രതിഷേധം നടത്തുന്ന ചെറുപ്പക്കാരെ, ജനങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് ഒരുപക്ഷെ തെരുവു ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ പോലീസും അഴിച്ചുവിട്ടത്. പെൺകുട്ടികളെ പോലും അതിക്രൂരമായി മർദ്ദിക്കുന്നു, അവരുടെ വസ്ത്രങ്ങൾ അടക്കം വലിച്ചു കീറുന്നു. ഈ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത എല്ലാ അനാവശ്യങ്ങളും ഭരണം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് നടത്തിക്കൂട്ടുകയാണ് പോലീസിനെ കൊണ്ട്. പക്ഷേ പാറ്റകളെ പറപ്പിക്കാൻ വന്ന കേന്ദ്ര സർക്കാർ പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പന്തൽ പൊളിച്ചു മാറ്റി മണിക്കൂറുകൾ കഴിയും മുമ്പ് ചെറുപ്പക്കാർ അവിടെ തിരിച്ചെത്തി. അതിശക്തമായ സമരം തുടരുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അത് തീർച്ചയായും ഇന്നലെ ഇത്തരത്തിൽ ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ CJPയുടെ നേതൃത്വത്തിൽ നിരവധി വിദ്യാർത്ഥികൾ, നിരവധി യുവാക്കൾ, സ്ത്രീകൾ അടക്കം പങ്കെടുത്തുകൊണ്ട് വലിയൊരു പ്രതിഷേധം ദില്ലിയുടെ നഗരവീഥികളിൽ കണ്ടത്. ഈ ജന്തർ മന്ദിറിൽ നിന്ന്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റ് കവാടം വരെ എത്തി നിൽക്കുന്ന വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെ സാക്ഷിയായത്. ഇന്നലെ ദില്ലി സാക്ഷ്യം വഹിച്ചത്. അതിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എന്നാൽ വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്തും അതുപോലെ തന്നെ കണ്ണീർ വാതകം പ്രയോഗിച്ചും പോലീസ് മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരള ഹൗസിന് മുൻപിലാണ്. ഇതിലൂടെയാണ് നമുക്ക് ജന്തർ മന്ദിറിലേക്ക് എത്തേണ്ടത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇപ്പോൾ പോലീസ് ഇവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സേനയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അവിടെ ഈ ജന്തർ മന്ദിറിലേക്ക് വരേണ്ട ആദ്യത്തെ ഈ റോഡ് തുടങ്ങുന്നിടത്ത് വലിയ ഒരു ബാരിക്കേഡുകളുണ്ട്. പോലീസ് അവിടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ചെക്ക് ചെയ്ത് മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ പോലും പോലീസ് കടത്തിവിടുന്നില്ല. ഈ സമരക്കാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ആരെയും പോലീസ് കടത്തിവിടുന്നില്ല. ഇന്നലെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇന്നലെ ഇവിടെ ചെരുപ്പുകളൊക്കെ പോലീസ് മർദ്ദിച്ചതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ഓടി, പോലീസ് അവരെ മർദ്ദിച്ചു, തല്ലി ചതച്ചു. അതിന് ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെയൊക്കെ ചെരുപ്പുകൾ നമുക്കിവിടെ കാണാം. ഇത് കേരള ഹൗസിന് മുൻപിലൊക്കെ ഇന്നലെ വലിയ തരത്തിലുള്ളൊരു ജനത്തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അത് നേരത്തെ നമ്മൾ കണ്ടത് ആദ്യത്തെ ബാരിക്കേഡാണ്. ഇവിടെ രണ്ടാം ഘട്ട ബാരിക്കേഡുണ്ട് പോലീസിൻ്റെ കേരള ഹൗസിന് മുൻപിൽ. ഇവിടെയും കേന്ദ്ര സേന അതുപോലെ തന്നെ പോലീസുണ്ട്. ഈ ബാരിക്കേഡുകൾ കടന്ന് വേണം നമുക്ക് ജന്തർ മന്ദിറിലേക്ക് എത്താനായിട്ട്. ഇവിടെയും പോലീസിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇവിടെയും രണ്ടാം ഘട്ട ഒരു ബാരിക്കേഡുണ്ട്. ഈ ബാരിക്കേഡ് കടന്ന് വേണം നമുക്ക് ഈ ജന്തർ മന്ദിറിലേക്ക് എത്താൻ. ഇവിടെയും ഇന്നലെ ജനസാഗരമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം പ്രതിഷേധക്കാരുടെ ചെരുപ്പുകൾ. ഈ പോലീസിൻ്റെ ലാത്തി പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഓടുന്നതിനിടയിൽ പോലീസ് ഇന്നലെ ലാത്തി ഉപയോഗിച്ച് വളരെ ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിഷേധക്കാർ ഓടുന്നതിനിടെ അവരുടെ ചെരുപ്പുകൾ ഒക്കെ, ഈ പെൺകുട്ടികളുടെ അടക്കം ചെരുപ്പുകൾ നമുക്കിവിടെ കാണാം. നിരവധി ചെരുപ്പുകളാണ് ഇന്നലത്തെ ഈ ഒരു സമരത്തിൻ്റെ ബാക്കിപത്രമായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ പോലീസുണ്ട്. പോലീസിൻ്റെ വലിയൊരു സുരക്ഷാ സന്നാഹമാണ് ഉള്ളത്. ഇന്നലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസ് വാഹനങ്ങൾക്ക് മുകളിൽ കയറിയിരുന്നായിരുന്നു ഈ സമരക്കാർ പ്രതിഷേധിച്ചത്. ഈ സമരപ്പന്തൽ പോലീസ് ഇത്തരത്തിൽ തകർത്തു. സമരക്കാരെ പോലീസ് ലാത്തി ഉപയോഗിച്ചും അതുപോലെ തന്നെ മർദ്ദിച്ചുമാണ് ഇന്നലെ ഈ സമര മുഖത്ത് നിന്നും
നിന്നും ഈ പോലീസ് ഈ പ്രതിഷേധക്കാരെ അടിച്ചോടിക്കാനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇന്നലെ രാത്രി വൈകി ഒരു നിരവധി പ്രതിഷേധക്കാർ ഇത്തരത്തിൽ ദില്ലി ഈ ജന്തർ മന്ദിറിലേക്ക് വന്നു. നമ്മൾ ജന്തർ മന്ദിറിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് രണ്ടാം ഘട്ട ബാരിക്കേഡാണ് എങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ ബാരിക്കേഡാണ് കാണുന്നത്. ഇവിടെയും പോലീസിൻ്റെ വലിയൊരു സുരക്ഷയുണ്ട്. ഇന്നലത്തെ സമരത്തിൻ്റെ ബാക്കിപത്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീതികളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു സുരക്ഷയാണ്, വലിയ ഒരു ബാരിക്കേഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ചെക്കിങ്ങിന് ശേഷം മാത്രമാണ് ഈ സമരക്കാരെ പോലീസ് കടത്തിവിടുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സമരത്തെ ഈ കേന്ദ്രം എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ വലിയ ചെക്ക് രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് സമരം ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ്. അത്തരത്തിൽ സമാധാനപരമായിട്ട് ഈ സമരം ചെയ്യാൻ പോലും ഇവിടെ സമ്മതിക്കുന്നില്ല. ഈ വിദ്യാർത്ഥികളെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ച് ഈ സമരപ്പന്തലിലേക്ക് പോലീസ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ സമരപന്തലിലേക്ക് പോലീസ് വിദ്യാർത്ഥികൾ വരാതിരിക്കാൻ, പ്രതിഷേധക്കാർ വരാതിരിക്കാൻ വേണ്ടി 3 ഘട്ട ബാരിക്കേഡുകളാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ജന്തർ മന്ദിറിലേക്ക് പോകേണ്ടത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അതാണ് ജന്തർ മന്ദിറിലെ സമരപ്പന്തൽ. അവിടെ ഇത്രയും 3 ബാരിക്കേഡുകളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഈ ബാരിക്കേഡുകളെല്ലാം മറികടന്നുകൊണ്ടും ആയിരങ്ങൾ ഈ സമരപ്പന്തലിലേക്ക് ഇപ്പോഴും എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.